സോ അടുത്ത പുരസ്കാരം ഒരു മാധ്യമരംഗത്ത് ജനശ്രദ്ധയാകർഷിച്ച ഏറ്റവും ജനകീയമായി നിൽക്കുന്ന ചാനലുകളിൽ നിന്നും എന്നും നമ്മുടെ പ്രഭാതം ഒരു ദിവസം മുഴുവൻ സ്വാധീനിക്കുന്ന ചർച്ചകളിലൂടെയും സത്യത്തിൻ്റെ അന്വേഷണത്തിന് മുൻപിൽ അഭിമാനത്തോടു കൂടി നിൽക്കുന്ന രണ്ട് വ്യക്തിത്വത്തിനുടമകളെ നമ്മൾ ഒരുമിച്ച് ഈ വേദിയിൽ ആദരിക്കുകയാണ്. അതിലാദ്യമായി ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു ഡോക്ടർ അരുൺ കുമാർ. എല്ലാ ഭാവുകങ്ങളും നേരുന്നു. അദ്ദേഹത്തിനുള്ള പുരസ്കാരം സമർപ്പിക്കുകയാണ്. കൺഗ്രാറ്റുലേഷൻസ് സർ. 35-37 ദിവസമേ ആയിട്ടുള്ളൂ ദുബായിൽ നിന്നൊരു അവാർഡ് വാങ്ങി, അതും ഇതുപോലൊരു വേദിയിൽ നിന്ന് നാട്ടിലേക്ക് പോയിട്ട്. പെട്ടെന്ന് വീണ്ടും തിരിച്ച് ദുബായിലേക്ക് വരണം, അന്ന് ഞങ്ങൾ സ്നേഹിച്ചത് പോരാ എന്ന് റഫീഖിൻ്റെ പ്രതിനിധി വിളിച്ചു പറയുമ്പോൾ ഇത്രയും വലിയ ഒരു വേദി ആയിരിക്കുമെന്ന് കരുതിയില്ല. ഈ ദിവസത്തിൻ്റെ പ്രത്യേകത ഞാൻ മനസ്സിലാക്കുന്നത്, ഞങ്ങളുടെ നാട്ടിൽ ഇപ്പോൾ ചായയെക്കുറിച്ചുള്ള ചർച്ച നടക്കുകയാണ്. ചായയിൽ ചേർക്കുന്നത് എന്ത് എന്നതിനെക്കുറിച്ചുള്ള ചർച്ച നടക്കുകയാണ്. നല്ല ഫ്രഷ് ടീ കിട്ടുന്ന സ്ഥലം ലോകത്തുണ്ടെങ്കിൽ ദുബായിലാണെന്നും ആ ദുബായിലെ ഫ്രഷ് ടീ കുടിക്കുമ്പോൾ കിട്ടുന്ന സംതൃപ്തി നാട്ടിലെ നിങ്ങൾ പറഞ്ഞ ചായ കുടിച്ചാൽ കിട്ടില്ലെന്നും ഉറപ്പുള്ളത് കൂടിക്കൊണ്ടാണ് ഈ പെരുന്നാൾ കാലത്ത് ഇങ്ങോട്ട് വന്നത്. നാട്ടിലെ ചായയുടെ ചർച്ച മാത്രമല്ല, പുതിയ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്നു. എപ്പോഴും ഇടിയപ്പം പോലെയാണ് നമ്മുടെ നാട്ടിലെ ജീവിതമെന്ന് പലപ്പോഴും തോന്നുന്നു. ദുബായിൽ ഇറങ്ങിയാൽ കുബൂസ് പോലെയും. അത്ര ലളിതമാണ് മനുഷ്യർ തമ്മിലുള്ള ബന്ധങ്ങളും. അതുകൊണ്ട് തന്നെ ഓരോ തവണ ദുബായിൽ വന്ന് തിരിച്ചു പോകുമ്പോഴും മനസ്സ് റീചാർജ് ചെയ്ത് തിരിച്ചു പോകുന്നൊരു പ്രതീതിയാണ്. കാരണം വാർത്തകളെ മാത്രമല്ല, ബന്ധങ്ങളെയും വളരെ ഗൗരവത്തോടെ എന്നാൽ വളരെ ലളിതമായി കാണുന്നവരാണ് പ്രിയപ്പെട്ട ദുബായിലെ പ്രവാസി മലയാളികൾ. നിങ്ങളുടെ അധ്വാനത്തിലാണ് ഞങ്ങൾ ചിരിക്കുന്നത്, ഞങ്ങൾ സംവാദങ്ങളിലും വാർത്തകളിലും വിവാദങ്ങളിലും ഏർപ്പെടുന്നത്. നേരത്തെ പിഷാരടി പറഞ്ഞതുപോലെ നിങ്ങൾക്കും വേണമെങ്കിൽ ഒരു ചെറിയ മൈക്കിൽ, ഒരു ചായയിൽ അല്ലെങ്കിൽ ഒരു സുലൈമാനിയിൽ ആ പേരിലൊക്കെ വർഗീയത കലർത്താമായിരുന്നു. പക്ഷേ നിങ്ങൾ കലർത്തുന്നത് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ പുഞ്ചിരിയാണ്. നിങ്ങളിലാണ് ഞങ്ങളുടെ നാട് കരുത്താർജിച്ചിരിക്കുന്നത്. അഷറഫ് താമരശ്ശേരിയെ പോലെയുള്ള മനുഷ്യർ ജീവിക്കുന്നത് ഇനിയും നാളെ ഈ ഭൂമിയിൽ മരിച്ചു വീഴുന്ന മനുഷ്യർക്ക് വേണ്ടിയാണ്. നിങ്ങളാണ് യഥാർത്ഥത്തിൽ നമ്മുടെ നാടിനെ ജീവിപ്പിച്ച് നിർത്തുന്നത്, ആ നാടിൻ്റെ പ്രതീക്ഷയും. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് തിരിച്ചു പോകുമ്പോൾ വീണ്ടും പഴയ ചായയുടെ ചർച്ചയിലേക്കാണ് പോകുന്നതെങ്കിലും നിങ്ങൾ നൽകിയ സ്നേഹം കരുത്തായി ഉണ്ടാവും. ഒരു തരത്തിലും ഒരു മാലിന്യവും ഒരു ലായനിയും ചേർക്കാതെ നല്ല ഒന്നാന്തരം സൃഷ്ടി കിട്ടുന്ന നാടായി ഞങ്ങളുടെ നാടിനെ നിർത്താൻ ഞങ്ങൾ മാധ്യമങ്ങൾ നിങ്ങൾക്കൊപ്പം, മലയാളികൾക്കൊപ്പം ഉണ്ടാവുമെന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് ഞാൻ വിടവാങ്ങുകയാണ്. ഒരു സന്തോഷം കൂടി പങ്കുവയ്ക്കാനുള്ളത്, കഴിഞ്ഞ 8 മാസമായി നിങ്ങളെന്നെ 24-ൻ്റെ ഫ്രെയിമിൽ കണ്ടിട്ടില്ല. ഞാൻ എൻ്റെ തിരിച്ച് കേരള സർവകലാശാലയിലേക്ക് പോയിരുന്നു. വളരെ വേഗം തിരിച്ച് 24-ൻ്റെ ഫ്രെയിമിലേക്ക് വരുമെന്ന് ഈ വേദിയിൽ വെച്ച് നിങ്ങൾക്ക് ഉറപ്പ് നൽകിക്കൊണ്ട് റഫീഖിന് ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് വിടവാങ്ങുന്നു. താങ്ക് യു. താങ്ക്സ് എ ലോട്ട്.